നിർമ്മലതയുടെയും നിഷ്കളങ്കതയുടെയും വിശുദ്ധിയുടെയും പര്യായമാണ് തുളസി. തുലനം ചെയ്യാനാവാത്തത് എന്ന അർത്ഥത്തിലാണ് തുളസി എന്നു പേരുണ്ടായത്. അളക്കാനാവാത്ത ഔഷധ ഗുണങ്ങളുള്ള തുളസി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഭാരതത്തിലാണ്. സാർ, നിത്യജീവിതത്തിൽ നമ്മൾ തുളസി ഭാരതീയരുടെ ഒരു അനുഷ്ഠാനമായിട്ടും വിശ്വാസമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഉപരി നമ്മൾ ഗൃഹവൈദ്യമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഏതെല്ലാം അസുഖങ്ങൾക്കാണ് ഈ തുളസി പ്രധാനമായും ഉപയോഗിക്കുന്നത്? ഈ തുളസി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതിന് തന്നെയാണ്. അതിങ്ങനെ പല രൂപത്തിൽ ചെയ്യാം. തുളസി കുരുമുളകും ഇട്ട് ഉപയോഗിച്ച് കഷായം പോലെ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം കുടിക്കുക, തുളസി വെറുതെ ചവച്ച് തിന്നുക. അതിനൊന്നും പ്രത്യേക സമയമൊന്നും പ്രത്യേകിച്ച് നിബന്ധനയൊന്നും ഇല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ തുളസി നീര്, തനി നീര് നല്ലോണം വൃത്തിയാക്കി തുളസി കഴുകി വൃത്തിയാക്കി കൈകൊണ്ട് നല്ല ഞെരടി ഈ 1-2 തുള്ളി വീതം ഓരോ മൂക്കിലും ഒഴിക്കുകയാണെങ്കിൽ ഈ മൂക്കിലുണ്ടാകുന്ന അടപ്പ്, തുമ്മൽ, ജലദോഷം ഇതൊക്കെ മാറാനും വളരെ വിശേഷം. അതെല്ലാം ശ്വാസകോശ സംബന്ധമായിട്ട് വരുന്നത് തന്നെയാണല്ലോ. പിന്നെ ചെവി വേദനയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ ഈ ശ്വാസകോശം, മൂക്ക്, ചെവി ഇതെല്ലാം കൂടെ ഒന്നിച്ച് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ അതിട്ട് വെളിച്ചെണ്ണ കാച്ചി, അതിന് പ്രത്യേക കണക്കൊന്നും മുത്തശ്ശിമാരുടെ ചികിത്സ പോലെ തന്നെ പ്രത്യേക കണക്കൊന്നും ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ ഇതിനകത്തുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധം കഫത്തെ നിർഹരിച്ച് കളയാൻ, കഫം പ്രത്യേകിച്ചും പാട്ടുകാർക്കൊക്കെ വളരെ വിശേഷപ്പെട്ട സാധനമാണ്. ഈ തുളസിയുടെ ഇലയും കുരുമുളകും കുറച്ച് ജീരകവും സമമായിട്ട് കണക്കാക്കി സ്വാദിഷ്ടമായിട്ട് തന്നെ കൽക്കണ്ടവും ചേർത്ത് പല പ്രാവശ്യം ചവച്ച് തിന്നാൽ വളരെ തൊണ്ടയിലുണ്ടാകുന്ന കഫം പോകാനും ശബ്ദം തെളിയാനും വളരെ വിശേഷമായിട്ടാണ് കാണുന്നത്. ഇതിനൊന്നും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കൈക്കണക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ അത്ര ലളിതമാണ് ഈ ഉപയോഗം. പക്ഷേ മരുന്നിൻ്റെ പ്രഭാവം അത് വളരെ വിശേഷമാണ് തന്നെ. നിത്യജീവിതത്തിൽ സാധാരണയായി ഗൃഹവൈദ്യവും നാട്ടുവൈദ്യവും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിലേക്കായി ധാരാളം ഔഷധ സസ്യങ്ങൾ നമ്മൾ കണ്ടെത്താറുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും നമുക്കറിവില്ല. പക്ഷേ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ അറിഞ്ഞാൽ അവയെ കൂടുതൽ വിശ്വസിക്കാനാവും. ഇപ്പോൾ തുളസിയുടെ കാര്യം തന്നെ എടുക്കാം. തുളസി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് നല്ലതാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ ശാസ്ത്രീയ അടിത്തറ എന്താണെന്നുള്ളത്, അതിനെപ്പറ്റി ധാരാളം ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ശ്രീ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനോട് നമുക്ക് ചോദിക്കാം. തുളസി ഉജ്ജ്വലവും ഉത്തമവുമായ ഒരു ഔഷധമാണ്. ശരീരത്തിൻ്റെ ബാഹ്യ രോഗങ്ങൾക്ക്, രക്തസംബന്ധമായ രോഗങ്ങൾക്ക്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം കാണാൻ ആധുനിക ഔഷധശാസ്ത്രവും പുരാതന ഭാരതീയ ഔഷധശാസ്ത്രവും ഉപദേശിക്കുന്നത് സീക്രട്ട് ബേസിൽ അഥവാ ഉസിമം എന്നറിയപ്പെടുന്ന തുളസി തന്നെയാണ്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ ഏതെല്ലാം വിഭാഗത്തിൽപ്പെടുന്നവയും പ്രാണവായു അകത്തേക്കെടുക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയും ശ്വാസകോശത്തിൽ രോഗാണുബാധ ഉണ്ടാവുകയും ചെയ്യുന്ന രോഗങ്ങളാണ് സർവ്വസാധാരണയായിട്ടുണ്ടാകാറുള്ളത്. ഇവയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഔഷധമായിട്ട് തുളസിയെ കണക്കാക്കുവാൻ കാരണം തുളസി ഇലയിലും പുഷ്പത്തിലും അതിൻ്റെ കതിരിലും ഉള്ളതായ ഒസിമീൻ, ഒസിമോൾ, തൈമോൾ എന്ന സംയുക്തങ്ങളാണ്. ഏതാണ്ട് 25 പരം ഓർഗാനിക് കോമ്പൗണ്ട്സ്, സംയുക്തങ്ങളാണ് തുളസിയിലുള്ളത്. അവയ്ക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഔഷധ ഗുണവും ഔഷധ വീര്യവും ഉണ്ട്. സമീപകാലത്ത് ലോകം മുഴുവൻ ഈ ഹെർബൽ പ്രൊഡക്ട്സിനോട് ഭയങ്കരമായ ഒരു ആഭിമുഖ്യം കാണുന്നുണ്ട്. അതിലിപ്പം മാർക്കറ്റിൽ നമ്മളുടെ തുളസി സോപ്പ് ധാരാളമായി കണ്ടുവരുന്നുണ്ട്. അതിൽ ഈ തുളസിക്ക് ത്വക്ക് രോഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഔഷധ മൂല്യമുണ്ട് എന്ന് കണ്ടുവരുന്നു. അങ്ങനെ അതിനെപ്പറ്റി എന്താ സാറേ? തുളസിക്ക് ത്വക്ക് രോഗമായിട്ട് വളരെ ബന്ധമുണ്ട്. ഈ വിഷഹരത്വം, അതായത് വിഷാംശം കലർന്ന എല്ലാ വസ്തുവിനെയും നശിപ്പിക്കാനുണ്ടാകുന്ന ഒരു ശേഷി തുളസിക്കുണ്ട്. അതുകൊണ്ടാണ് തുളസിക്ക്, പിന്നെ പ്രത്യേകിച്ചും
ഹെർബൽ പ്രോഡക്റ്റിനോടോ ഹെർബൽ എന്നുള്ള വാക്കിനോട് തന്നെ ഒരു ആഭിമുഖ്യമുള്ള കാലമാണ്. അതിന് കാരണം മറ്റു ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഉപദ്രവം ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഭൂമിയിലില്ല. അങ്ങനെ ഉപദ്രവം ഉണ്ടാക്കുന്ന ചെടികൾ ഉണ്ടെങ്കിൽ തന്നെയും അതിനെ നശിപ്പിക്കാനുണ്ടാകുന്ന കാര്യങ്ങൾ ആ വസ്തു അതിൽ തന്നെ അതിൻ്റെ മറ്റു ഘടകത്തിലും ഉണ്ടുകൊണ്ട് അതുകൊണ്ട് മറ്റു തരത്തിൽ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് തുളസിക്ക് ഉണ്ടാകുന്നത്. തുളസി സിറപ്പ്, കഫ് സിറപ്പ് വരുന്നുണ്ട്, തുളസി സിറപ്പ് വരുന്നു, തുളസി ഇട്ട് ചായ ഉണ്ടാക്കാനുള്ള ചായപ്പൊടി വരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന മാർക്കറ്റിൽ ധാരാളം വരുന്നുണ്ട്. അത് എല്ലാ കാര്യത്തിനും ഇത് വളരെ പ്രയോജനമാണ്. മാത്രമല്ല രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ തുളസി വളരെ വിശേഷമായിട്ടുള്ളതാണ്. പിന്നെ തുളസിയുടെ ഗന്ധം ഏൽക്കുന്ന ഭാഗങ്ങളിൽ മിക്കവാറും ഈ സാധാരണ തുളസിക്ക് തന്നെ കുറച്ചൊന്നുണ്ട്, കാട്ടു തുളസിയാണെങ്കിൽ കൂടുതലുണ്ട്. ഈ കൊതുകൊന്നും വരില്ല, അങ്ങനെ പറയാറുണ്ട്. കാട്ടുതീർത്താവ് കെട്ടി തൂക്കൊക്കെ പതിവുണ്ട് പണ്ട്. ഇപ്പോൾ അതൊക്കെ എല്ലാം ഇപ്പോൾ വിറശി സാധനങ്ങൾ കിട്ടാണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളിപ്പോൾ വാഗമണിലേക്ക് പോകുന്ന വഴിയാണ്. വളരെ അപൂർവം ചില ഔഷധ സസ്യങ്ങൾ ഉള്ള വളരെ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് വാഗമൺ. ഇതാ റോഡ് സൈഡിൽ തന്നെ ഒരു തുളസി. ഇത് വനതുളസി എന്നാണ് ഇതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ കാട്ടുതുളസി. ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു തുളസിയാണ്. ഇവിടെ നാട്ടിൽ തന്നെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അറിഞ്ഞു ഇത് തന്നെ പറിച്ച് കുട്ടികൾക്ക് പല അസുഖങ്ങൾക്കും കൊടുക്കാറുണ്ടെന്ന്. 10-ലേറെ തുളസികളുണ്ട് നമ്മുടെ ഭാരതത്തിൽ. അതിൽ കർപ്പൂര തുളസി, കൃഷ്ണതുളസി, രാമതുളസി, വനതുളസി. അതിലെ വനതുളസിയാണിത്. ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു തുളസിയാണ്. വനതുളസി അല്ലെങ്കിൽ കാട്ടുതുളസി. വീട്ടുവളപ്പിൽ ഇത് അപൂർവമായി നട്ടുവളർത്താറുണ്ടെങ്കിലും കാട്ടുപ്രദേശങ്ങളിൽ ഇവ ധാരാളമായി വളരുന്നു. കേരളത്തിലെ ഉൾനാടുകളിലെ ചെറുകാടുകളിൽ ഇന്നും ഇത് സുലഭമായി കാണാനുണ്ട്. നീലേശ്വരത്തെ പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗാചാര്യനുമായ രാമൻ മാസ്റ്ററുടെ തൊടിയിലെ ഈ ചെറിയ കാട്ടിൽ ഓരിലയും മോവിലയും മറ്റനേകം ഔഷധച്ചെടികളും കൂടെ കാട്ടുതുളസിയുമുണ്ട്. തുളസിയുടെ തന്നെ ഒരു വകഭേദമായിട്ടുള്ള കാട്ടുതൃത്താവ് വായു ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ ആവരണമുള്ള രോഗാവസ്ഥകൾ വളരെ ഫലപ്രദമായിട്ട് നൽകാവുന്ന ഒരു ഔഷധമാണ്. ഈ കാട്ടുതൃത്താവിൻ്റെ നീരിൽ മയിൽപ്പീലി ചുട്ടെടുത്ത ഭസ്മം ചേർത്ത് ഹിസ്റ്റീരിയ പോലുള്ള രോഗാവസ്ഥകളിൽ, അവിടെ പിത്തത്തിൻ്റെ പൈത്തികമായിട്ടുള്ള ഒരു രോഗമാണ്, എന്നാൽ അതിൽ വാദത്തിൻ്റെ ആവരണം വരികയും രോഗിക്ക് പ്രയാസം അനുഭവപ്പെടുകയും അതുപോലെ ഹിസ്റ്റീരിക് ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ ഈ കാട്ടുതൃത്താവിൻ്റെ നീരിൽ ഈ മയിൽപ്പീലി ചുട്ട ഭസ്മം ദിവസവും രാവിലെ കൊടുക്കുന്നു. അതുപോലെ തന്നെ തുളസി നീരിൽ കൊടുക്കുന്നു. അങ്ങനെ മാറി മാറി ഇത് കൊടുക്കുന്നതുകൊണ്ട് ഈ രോഗത്തിന് വളരെയധികം ഫലസിദ്ധി ലഭിക്കുകയും ചെയ്യുന്നു.